ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കഥയും കാര്യവും, മഹാദാനവും വിചിത്ര അനുഗ്രഹവും. ആദരവോടെ സന്തോഷത്തോടെ ഇത്രയേ ഉള്ളല്ലോ എന്ന ലജ്ജയോടെ ദാനം സ്വീകരിച്ചനുഗ്രഹിക്കുമോ, ഇത് സ്വീകരിച്ചനുഗ്രഹിക്കുമോ എന്ന ഭയത്തോടെ വേണം ദാനം സമർപ്പിക്കുവാൻ. പണ്ട് ഒരു കൂട്ടർ പശുവിനെ അറക്കാൻ കൊണ്ടുപോയി. വഴിയിലൊരു ഗൃഹത്തിൽ ശ്രാദ്ധ അടിയന്തരം നടക്കുന്നു. അവർ ആ വീട്ടിൽ കയറി സദ്യ ഉണ്ടു. പിന്നെ കശാപ്പ് ശാലയിലേക്ക് പോയി പശുവിനെ കശാപ്പ് ചെയ്തു. ഗോഹത്യാ പാപത്തിന്റെ പങ്ക് ഈ സദ്യ കൊടുത്തവനും കിട്ടിയത്രേ. സത്പാത്രദാനത്തിലാണെങ്കിൽ ദാനം വാങ്ങുന്നവൻ ചെയ്യുന്ന സത്കർമ്മ ഫലം ധനം കൊടുത്തവനും ലഭിക്കും. കുചേലന്റെ അവിൽ. 4 പിടി അവിൽ ഇരന്നു വാങ്ങി കീറത്തുണിയിൽ പൊതിഞ്ഞ് ശ്രീപതിക്ക് സമർപ്പിച്ച കുചേല പത്നിയുടെ ത്യാഗം ഇന്നും അതിൻ്റെ കടം തീർന്നിട്ടില്ലത്രേ. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീശുകാചാര്യൻ ശ്രീ വാസുദേവ ഭഗവാനിൽ നിമഗ്ന ഹൃദയനായി അരുളുന്ന ചരിത്രമാണ് ശ്രീധാമാചരിതം. ശ്രീ ശുകബ്രഹ്മർഷി തനിക്കു തുല്യനായി സുധാമാവിനെ കാണുന്നു. ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ട സുഹൃത്ത്, സഹപാഠി, ബ്രഹ്മവിത്തമനായ ബ്രാഹ്മണൻ, ഇന്ദ്രിയാർത്ഥങ്ങളിൽ വിരക്തൻ, ജിതേന്ദ്രിയൻ, ഭാര്യയും തഥൈവ. യദൃച്ഛാ ലാഭതുഷ്ടൻ, പ്രശാന്താത്മാ, എങ്കിലും ഗൃഹസ്ഥൻ. ഈ ബ്രഹ്മവിത്തമനെ ദ്വാരകയിൽ അയക്കാൻ പത്നിക്ക് മൃദുവായി പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വന്നു. ഭാര്യ നൽകിയ 4 പിടി അവിലുമായി പോകുന്ന വിപ്രന് രാജകീയ സ്വീകരണം ലഭിച്ചു. ദ്വാരകയിൽ സഹപാഠിക്കൊരു ആലിംഗനം. പക്ഷേ ബ്രഹ്മാനന്ദം അനുഭവപ്പെട്ടത് ബ്രഹ്മത്തിന് തന്നെ. പുഷ്കരേക്ഷണന്റെ മിഴികളിൽ നീർത്തുള്ളി പൊടിഞ്ഞു. അംഗസംഘാതി നിർവൃത എന്ന് ശ്രീശുകൻ. അഗ്രജനെ പോലെ പാദപൂജ ചെയ്തിരുത്തി ജഗദ്ഗുരു അരുളിയത് ഗുരുകുല വിശേഷങ്ങൾ. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്നെല്ലാം ഗുരുമഹിമ പ്രശംസിച്ച ശേഷം പിന്നൊരു പ്രേമ നിരീക്ഷണം. സഹപാഠി എന്തെങ്കിലും മോഹിച്ചു വന്നതാവുമോ? ഹൃദയം പൊളിച്ചെടുത്താലും അവിടെ ശ്രീകൃഷ്ണ രൂപം മാത്രം. സുധാമാവ് അജിതനെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇല്ലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു ശ്രീകൃഷ്ണൻ. പിന്നൊരു ചോദ്യം, ഇല്ലത്തു നിന്ന് പോരുമ്പോൾ എനിക്കായി എന്താണ് അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത്? പ്രേമത്തോടെ നൽകുന്നത് പത്രം, പുഷ്പം, ഫലം, തോയം എന്തായാലും ഞാൻ സ്വീകരിക്കും. അഭക്തൻ മഹാമേരു തുല്യം കാഴ്ചകൾ സമർപ്പിച്ചാലും എൻ്റെ സന്തോഷത്തിന് പറ്റുന്നതല്ല. സുധാമാവേ, മനോഭാവത്തിലാണ് പ്രാധാന്യം, വസ്തുവിൻ്റെ വലുപ്പത്തിനല്ല എന്ന് മഹാപ്രഭു ഉറക്കെ പറഞ്ഞിട്ടും സഹപാഠി ലജ്ജിച്ചിരുന്നു. ശ്രീപതിക്ക് 1 പിടി അവൽ എങ്ങനെ കൊടുക്കും? ശ്രീപതിയും അമ്പരന്നു. ഇവൻ ശ്രീ കാമിച്ച് ഒരിക്കലും എന്നെ ഭജിച്ചിട്ടില്ല, ഭാഗ്യം. പക്ഷെ ഇവന്റെ പതിവ്രതയായ പത്നി ധനം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ അമർത്യ ദുർലഭമായ സമ്പത്ത് നൽകുന്നു എന്ന് സങ്കല്പം ചൊല്ലി അവൽ കിഴി തട്ടിയെടുത്ത് 1 മുഷ്ടി അവൽ വാരിത്തിന്നു. പരമപ്രീണനം സഖേ എന്നൊരഭിനന്ദനവും. മഹാലക്ഷ്മി രുക്മിണി ഞെട്ടി. 2ാമതും ഭക്ഷിച്ചാൽ വിപ്രൻ മോക്ഷം നേടും. അത്ര പ്രീതിയിലാണിപ്പോൾ ഭഗവാൻ. രുചിയുള്ളത് ഞങ്ങൾക്കും എന്ന് പറഞ്ഞ് ശ്രീദേവി തട്ടിയെടുത്തു പത്നി സഹസ്രങ്ങൾക്ക് വിളമ്പി. ഇല്ലത്ത് ഐശ്വര്യം നിറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ സുധാമാവ് മടങ്ങി. ഇരന്നവലുണ്ടാക്കിയ വിപ്രപത്നി സുധാമാപുരിയുടെ മഹാലക്ഷ്മിയായി. വിശ്വം മുഴുവൻ ഈ അവൽ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നു ഭഗവാൻ അരുളിയത് ഇന്ന് നമുക്ക് പ്രത്യക്ഷമായി കാണാം. ധനുമാസത്തിലെ 30 ബുധനാഴ്ച കുചേല ദിനം, അവൽ ദിനം. ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള അവൽ അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ ഷീറ്റാക്കുന്നു. മലയാളികൾ ജനകീയനാക്കി മാറ്റിയ കുചേലന്, മഹാദാനത്തിന്
വിചിത്ര അനുഭവത്തിന്, വിചിത്ര അനുഗ്രഹത്തിന് പ്രണാമം. ഹരി ഓം നമഃ ശിവായ.